ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭൂതകാലം. 1498 പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്കോഡ് ഗാമ കേരളത്തിലെത്തിയതോടെയാണല്ലോ ഇന്ത്യയുടെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ തുടക്കം. എന്നാൽ ഈ സമയം ക്ഷേത്രത്തിലേക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള ഭക്തജനങ്ങളെ ആകർഷിക്കപ്പെട്ടിരുന്നു. 1000 രാജാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഈ ക്ഷേത്രം പിൽക്കാലത്ത് വേണാട് രാജാക്കന്മാരുടെ വകയായി. 1729 വേണാട്ടിൽ അധികാരത്തിൽ വന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രൂപത്തിൽ പുതുക്കിപ്പണിതത്. അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ നാവികശക്തിയെ ഡച്ചുകാരെ തോൽപ്പിച്ച് ശക്തനായി മാറിയ മാർത്താണ്ഡവർമ്മ അയൽ രാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചെടുത്ത് വേണാടിനോട് ചേർത്തു. ഒടുവിൽ വേണാട് കന്യാകുമാരി മുതൽ കൊച്ചിയുടെ അതിർത്തി വരെയുള്ള വിസ്തൃതമായ തിരുവിതാംകൂറായി. ആ രാജ്യത്തെ 1780 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം എന്ന ചടങ്ങുവഴി ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. താനും തൻ്റെ അനന്തരാവകാശികളായ രാജാക്കന്മാരും ശ്രീ പത്മനാഭദാസന്മാരായി അറിയപ്പെടുമെന്നും ശ്രീ പത്മനാഭനു വേണ്ടിയാണ് തങ്ങൾ രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടെ ഈ ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ ഭരണഘടനയായി മാറി. ഇവിടെ പുതിയ ഉത്സവങ്ങളും ചടങ്ങുകളും ഏർപ്പെടുത്തിയതും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരത്തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് വരെ 12 രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാരായി രാജ്യം ഭരിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശകർക്ക് എന്നും ഒരു അത്ഭുതവും അതിശയവുമാണ്. അതിനകത്തുള്ള കൊത്തുപണികളും ചിത്രത്തൂണുകളും ശീവേലിപ്പുരയുമെല്ലാം വിസ്മയമായി നിലനിൽക്കുന്നു. ക്ഷേത്ര കവാടത്തിൽ സിംഹവ്യാളികളാൽ അലങ്കൃതമായ കൽത്തൂണുകൾ കാണാം. ഗോപുരം 7 നിലകളിലായി മുകൾ ഭാഗം വഞ്ചിയുടെ ആകൃതിയിൽ 7 സ്വർണ്ണ താഴിക കുടങ്ങളോടുകൂടിയതാണ്. ഓരോ നിലയിലും ശില്പങ്ങളും പ്രതിമകളുമുണ്ട്. ഇവയിൽ പലതും പുരാണ കഥകളെ അനുസ്മരിപ്പിക്കുന്നതാണ്. വഞ്ചിനാടായിരുന്നതുകൊണ്ടാണ് വഞ്ചിയുടെ ആകൃതിയിൽ മുകൾ ഭാഗം പണിതിരിക്കുന്നത്. യാതൊരു ആധുനിക സജ്ജീകരണങ്ങളും നിലവിലില്ലാതിരുന്ന കാലത്ത് ചെറിയൊരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി ഇത്തരം ഒരു കരിങ്കൽ കലാകേളി രംഗം സൃഷ്ടിച്ചത് അത്ഭുതം തന്നെയാണ്. വർഷങ്ങളായുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് കലാശില്പങ്ങളാൽ അലങ്കൃതമായ ക്ഷേത്രഗോപുരവും ക്ഷേത്രവും. കിഴക്കുവശത്തുള്ള കവാടത്തിന് രാജഗോപുരം എന്ന് പറയുന്നു. 4 വശത്തും ഏകദേശം 20 അടി പൊക്കത്തിലുള്ള കരിങ്കൽ മതിലുകളും പ്രവേശന കവാടങ്ങളുമുണ്ട്. ഈ മതിൽക്കെട്ടിന് 9 പ്രവേശനദ്വാരമുണ്ടെങ്കിലും 4 വശത്തുള്ളവയിലും കൂടാതെ തിരുവമ്പാടി ക്ഷേത്രത്തിന് മുൻവശത്തുള്ളവയിലും മാത്രമേ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. മതിൽക്കെട്ടിൻ്റെ ഉൾവശത്തിന് 7 ഏക്കർ വിസ്തീർണമുണ്ട്. ഈ സ്ഥലം മതിലകമെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭന്റെ എല്ലാ കാര്യങ്ങളും മതിലകം കാര്യങ്ങളായി അറിയപ്പെടുന്നു. ശ്രീകോവിലിന് മുൻവശത്ത് കാണുന്ന മണ്ഡപം ഒറ്റക്കല്ലിലുള്ളതാണ്. ഇതിന് 20 അടി നീളവും 20 അടി വീതിയും 2 അടി ഘനവുമുണ്ട്. ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഒറ്റക്കൽ മണ്ഡപത്തിൽ പ്രവേശിച്ചാൽ 3 വാതിലുകളിൽ കൂടി നമുക്ക് സാക്ഷാൽ ശ്രീ പത്മനാഭനെ ദർശിക്കാം. 5 ഫണങ്ങളോടുകൂടി 3 ചുരുളുകളായി കിടക്കുന്ന അനന്തശായിയാണ് ശ്രീ പത്മനാഭൻ. ആദ്യ വാതിലിൽ കൂടി ശിരസും വലതുകൈയുടെ താഴെ ശിവലിംഗവും ഇടത് കൈയിലുള്ള താമര മുകുളവും ദൃശ്യവുമാണ്. മധ്യഭാഗത്തുള്ള വാതിലിൽ കൂടി നാഭിയിൽ നിന്നും വിടർന്ന താമരയിൽ ശ്രീ ബ്രഹ്മാവും അവസാന വാതിലിൽ കൂടി ശ്രീ പാദങ്ങളും ദർശിക്കാം. സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൂവരെയും ഒരേ വിഗ്രഹത്തിൽ ദർശിക്കാൻ സാധിക്കും. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ശയിക്കുന്നത് പോലെയാണ് ഇവിടെ ശ്രീ പത്മനാഭൻ പള്ളി കൊള്ളുന്നത്. 3 ചുരുളുകൾ സത്വ രജസ് തമോ ഗുണങ്ങളുടെയും 5 ഫണങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുടെയും പ്രതീകമായി കരുതുന്നു. ശ്രീ പത്മനാഭൻ അലങ്കാരപ്രിയനാണ്, അതേസമയം ആഡംബരപ്രിയനുമാണ്. 2 കാര്യങ്ങളും സമന്വയിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും. വർഷത്തിൽ 2 തവണ ആറാട്ടുത്സവം നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടത്തുന്ന പൈങ്കുനി ഉത്സവവും ഒക്ടോബർ നവംബറിൽ നടത്തുന്ന അൽപ്പശി ഉത്സവവും. ഇവ രണ്ടും 10 ദിവസം വീതമാണ്. കൂടാതെ 6 കൊല്ലത്തിലൊരിക്കൽ നടന്നുവരുന്ന ലക്ഷദീപവും. ഈ ഉത്സവം സാധാരണ മകരസംക്രാന്തി ദിനത്തിലാണ് നടത്തുന്നത്. ക്ഷേത്രവും ക്ഷേത്രഗോപുരവും ലക്ഷം ദീപങ്ങളാൽ പ്രകാശമാനമാകും അന്നേ ദിവസം. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് അനന്തൻകാട്ടിൽ ഒളിച്ചു താമസിച്ചിരുന്നതായി ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. അതറിഞ്ഞ് ഇവിടെ എത്തിയ കൗരവരെ യുദ്ധത്തിൽ പാണ്ഡവർ തോൽപ്പിച്ചോടിച്ചു.
പഞ്ചപാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ പ്രതീകമായി മേടമാസത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവരുടെ രൂപങ്ങൾ സ്ഥാപിച്ച് അതിനു മുന്നിൽ കൗരവന്മാരെ പ്രതിനിധീകരിച്ച് 101 വേലകളിക്കാർ വേഷമിട്ട് യുദ്ധ അഭ്യാസ മുറകൾ പ്രദർശിപ്പിക്കാറുണ്ട്. വളരെ കാലമായി അന്യം നിന്നുപോയ ഈ കല ഇപ്പോൾ വീണ്ടും പ്രദർശിപ്പിച്ചു വരുന്നുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ വേലകളി ഇവിടുത്തെ ഒരു പ്രധാന പരിപാടിയാണ്. പഞ്ചപാണ്ഡവരെ പ്രതിമകളാക്കി കെട്ടി നിർത്തിയാൽ അവർക്ക് മഴയിൽ നനഞ്ഞുകൊണ്ട് അകത്ത് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് അനുഭവം. ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്നതാണ് പത്മതീർത്ഥകുളം. 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതതും കോട്ട കെട്ടാൻ നടപടി തുടങ്ങിയതും. അദ്ദേഹമാണ് പത്മതീർത്ഥകുളം പരിഷ്കരിച്ചത്. 8 കിലോമീറ്റർ അകലെ മരുതൻകുഴി എന്ന സ്ഥലത്ത് കിള്ളിയാറിൽ അണ കെട്ടി അവിടെ നിന്നാണ് ഈ കുളത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നത്. ഏകദേശം 3 ഏക്കർ വിസ്തീർണമുള്ള ഈ കുളത്തിലെ മധ്യഭാഗത്ത് ഒരു കിണറുണ്ട്. ശ്രീകോവിലിലെ അഭിഷേക ജലവും പൂവും ഈ കിണറിൽ എത്തുന്നു. കിണർ എപ്പോഴും നിറഞ്ഞ് ജലം കുളത്തിലെ വെള്ളത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. ഈ കാണുന്നതാണ് മേത്തൻമണി. മേത്തൻമണി സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ കരുവേലപ്പുര കൊട്ടാര സമുച്ചയത്തിലാണ്. മേത്തൻമണി ഇന്നും ഒരു കൗതുക കാഴ്ചയാണ്. ഒരു കാലത്ത് നഗരവാസികൾക്ക് സമയമറിയിച്ചിരുന്നത് മേത്തൻമണി വഴിയായിരുന്നു. ചിരിക്കാൻ ശ്രമിക്കുന്ന ഒരു മുഹമ്മദന്റെ തലയും മുഖത്ത് ഇടിക്കുന്ന ആട്ടിൻകുട്ടികളും. ഈ മണി കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവിൻ്റെ കാലത്ത് സ്ഥാപിച്ചതാണ്. ഈ കാണുന്നതാണ് കല്ലാന. 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ദിഗ്ഗജങ്ങൾ എന്ന സങ്കല്പത്തിൽ കോട്ടയ്ക്കുള്ളിൽ അഷ്ടദിക്ക് പാലകന്മാരായി 8 ആനകൾ ഉണ്ടാക്കുവാനായിരുന്നു രാജകൽപ്പനയെങ്കിലും ശില്പിയുടെ അവിചാരിതമായ മരണം മൂലം പണി ചെയ്തത് പൂർത്തിയാക്കാനോ ബാക്കിയുള്ളവ നിർമ്മിക്കാനോ കഴിഞ്ഞില്ല. ടിപ്പുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും തിരുവിതാംകൂർ രക്ഷപ്പെട്ടതിൻ്റെ സ്മാരകമായി സ്ഥാപിച്ചതാണെന്നും പറയപ്പെടുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത അവസരത്തിൽ ഏതോ ഒരു കല്ലാശാരി നിർമ്മിച്ചതാണെന്നും ഐതിഹ്യമുണ്ട്. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യം തിരുവിതാംകൂർ കൊച്ചിയുമായി ചേർന്ന് തിരുക്കൊച്ചിയായി. പിന്നീട് മലബാറുമായി തിരുക്കൊച്ചി സംയോജിപ്പിച്ച് ഐക്യ കേരളം രൂപീകരിച്ചു. അതോടെ രാജഭരണത്തിൻ്റെ അവസാന കണ്ണിയും അറ്റുവെങ്കിലും രാജകുടുംബവും ഈ ക്ഷേത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തുടരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഭരണസമിതി വന്നുവെങ്കിലും ക്ഷേത്രാചാരങ്ങൾക്കും ചടങ്ങുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ട്രസ്റ്റി രാജകുടുംബത്തിലെ മുതിർന്ന അംഗം തന്നെയാണ്.